നമ്മൾ കുറച്ച് SUV സെഗ്മെന്റിൽ കുറച്ച് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽസ് നോക്കിയാലോ? വരും. 2019 മോഡല് WRV ഡീസൽ എഞ്ചിനിൽ വരുന്ന വണ്ടിയാണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഫുള്ള് കമ്പനി സർവീസ് ആണ്. അണ്ടർ വാറണ്ടി നിൽക്കുന്ന വണ്ടിയാണ്. ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ വരുന്ന ഡയമണ്ട് കട്ട് അലോയ് കമ്പനി കൊടുക്കുന്നുണ്ട്. അതുപോലെ ടയറൊക്കെ ഒരു 80% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയറിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സീറ്റ് കവറൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ടച്ച് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റീരിയോ കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ബാക്ക് വൈഫർ വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. പക്ക നീറ്റ് ആൻഡ് ക്ലീനിൽ എടുക്കുന്ന വണ്ടിയാണ്. ബോഡി ഒരു മേജർ പെയിന്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വണ്ടി നോക്കുകയാണെങ്കിൽ 2017 മോഡൽ ZDI പ്ലസ് ബ്രസ. അത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 1,16,000 കിലോമീറ്റർ ടു സെഡ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇതിന് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തതിന് ചെറിയൊരു ലൈൻ വന്നിട്ട് മാറിയതാണ്. ഫ്രണ്ട് തട്ടേ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് എടുത്താൽ മതി. പിന്നെ ടയർ ഭാഗമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഫ്രണ്ട് ഒരു 80-90% ടയർ ഉണ്ട്, ബാക്ക് ഒരു 50% ഉള്ളൂ. പിന്നെ ഡയമണ്ട് കട്ട് അലോയ് വരുന്നുണ്ട്. പിന്നെ ഇന്റീരിയറിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടച്ച് സ്റ്റീരിയോ വരുന്നുണ്ട്, അതുപോലെ ഓട്ടോ ക്ലൈമറ്റ് AC, പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സ്റ്റീരിയോ കൺട്രോളർ, സീറ്റ് കാറൊക്കെ ചെയ്ത് പക്ക നീറ്റാക്കി വെച്ചിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, വേറെ മേജർ പെയിന്റിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വരുന്നത് 7,50,000 രൂപയാണ്. ഇത് നമുക്കൊരു 6 ലക്ഷം വരെ ഫിനാൻസ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ WRV ലൈറ്റ് പറഞ്ഞിട്ടില്ല. അത് ചോദിക്കുന്ന റേറ്റ് വരുന്നത് 8,40,000 രൂപയാണ്. ഇതൊരു 7,50,000 വരെ നമുക്ക് ഫിനാൻസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്ത വണ്ടി നോക്കുകയാണെങ്കിൽ 2017 മോഡൽ ക്രെറ്റ SX ആണ് വേരിയന്റ് വരുന്നത്. കിലോമീറ്റർ 83,000 കിലോമീറ്റർ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. SX ആയതുകൊണ്ട് തന്നെ അലോയ്സ് വരുന്നുണ്ട്, അതുപോലെ മിറർ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയറിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാവിഗേറ്റർ സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, പിന്നെ അതുപോലെ സ്റ്റീരിയോ കൺട്രോളർ വരുന്നുണ്ട്, റിയർ AC വിൻഡ് വരുന്നുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽസ് വരുന്നത്. ചോദിക്കുന്ന റേറ്റ് വരുന്നത് ഇതിൽ 7,60,000 രൂപയാണ്. ഒരു 6,50,000 വരെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതും മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല, മേജർ പെയിന്റിംഗ് ഒന്നും കയറാത്ത വണ്ടിയാണ്. അടുത്ത് നോക്കുകയാണെങ്കിൽ വെന്യൂ SX ടെർബോ IMT ആണ് വരുന്നത്. 2020 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ 93,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് ഷോറൂം ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. പിന്നെ SX ആയതുകൊണ്ട് തന്നെ ടയർ ഡയമണ്ട് കട്ട് അലോയ് വരുന്നുണ്ട്. ടയറൊക്കെ ഏകദേശം ഒരു പുതിയ ടയർ തന്നെ എന്ന് പറയാം. ആകെ 100 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇന്റീരിയറിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറയുകയാണെങ്കിൽ ടച്ച് സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC, പിന്നെ അതുപോലെ സ്റ്റീരിയോ കൺട്രോൾ വരുന്നുണ്ട്, റിയർ AC വിൻഡോ വരുന്നുണ്ട്. SX ആയിട്ട് വെന്യൂക്ക് നമുക്ക് എന്ത് വരുന്നില്ല, SX ഓപ്ഷനിലാണ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 7,50,000 ആണ്. അത് നമുക്കൊരു 7 ലക്ഷം വരെ ഫിനാൻസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വണ്ടി നോക്കുകയാണെങ്കിൽ ഡസ്റ്റർ. ഓഫ് റോഡിലൊക്കെ കിങ് സാധനമാണ്. ഇത് വെറും 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2017 മോഡൽ പെട്രോളാണ്. പെട്രോൾ അതിന് വല്ലാണ്ട് മെയിൻ്റെനൻസ് കാര്യമൊന്നുമില്ല. ഇതിന് ടയറാണ് ഹൈലൈറ്റ്. കിഡിലൻ ടയറാണ്. നല്ല വീതിയും കാര്യങ്ങളൊക്കെ ചെയ്ത ടയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്റീരിയറൊക്കെ കമ്പനി എന്താണ് അതേപോലെ തന്നെ സീറ്റ് കവറും ചെയ്തിട്ടില്ല. ടച്ച് സ്റ്റീരിയോ അവർ ചെയ്തിട്ടുണ്ട്. വേറെ ഇന്റീരിയർ വേറെ ഒന്നും ചെയ്തില്ല. കമ്പനി എങ്ങനെയാണ് അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുന്നത്. വേറെ മേജർ ആക്സിഡന്റ് കാര്യം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ എർട്ടിക്ക ബുക്കിംഗ് അയക്കണം. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നത് 2020 മോഡലാണ്. അത് ബുക്കിംഗ് ആയിട്ട് ലോണിലാണ്, കൺഫേം ആണ്. അപ്പോൾ ഇത് നമ്മൾ റേറ്റ് ഉദ്ദേശിക്കുന്നത് 5,50,000 രൂപയാണ്. ഒരു 4,75,000 വരെ നമുക്ക് ഈ ഡസ്റ്റർ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പെട്രോൾ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഒരു 13-16 റേഞ്ച് മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. ഈ കാണുന്ന SUV-ന്റെ എല്ലാ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ ഉണ്ടാവും. അപ്പോൾ വിളിച്ചോളിയും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ട്രാൻസ്ന്ന് കാണാം.